നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മുത്തുളിയാലിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ചു തകർന്നു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 15-16 വാർഡുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മഹാത്മ്യം ചടങ്ങ് സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണ സൈക്കിൾ റാലിയുമായി ചേർപ്പ് CNN ബോയ്സ് സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ. സംസ്ഥാന സർക്കാരിന്റെ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായാണ് സൈക്കിൾ റാലി ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് മുത്തുളിയാലിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ചു തകർന്നു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേർപ്പ് തൃപ്രയാർ സംസ്ഥാന പാതയിലെ മുത്തുള്ളിയാലിൽ ഞായറാഴ്ച രാത്രി 11:30യോടെയായിരുന്നു അപകടം. തൃശൂർ തിരൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മുത്തുള്ളിയാലിൽ വെച്ച് കാറിന് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഇതോടെ കാർ സംസ്ഥാന പാതയോരത്തെ വൈദ്യുതി പോസ്റ്റിലും തുടർന്ന് സമീപത്തെ വീട്ടുമതിലിലും ഇടിച്ചു നിൽക്കുകയായിരുന്നു. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് രണ്ടായി തകർന്നു വീണു. വീട്ടുമതിലും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൈദ്യുതി പോസ്റ്റ് തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. അപകട വിവരമറിഞ്ഞ ഉടൻ തന്നെ ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. KSEB അധികൃതർ സ്ഥലത്തെത്തി തകർന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ച മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 15-16 വാർഡുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മഹാത്മ്യം ചടങ്ങ് സംഘടിപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കായിരുന്നു ആദരം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സർവോദയ ദർശൻ ചെയർമാനുമായ M. പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന വിജയികളായ SSLC +2 വിജയികളായ മുഴുവൻ കുട്ടികളെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അനുമോദിക്കുകയാണ്. അവർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും ഭാവിയിൽ വളരെ നല്ല രീതിയിൽ ഉയർന്നു പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട കുട്ടികൾ, ഒന്ന് എഴുന്നേറ്റുന്ന ഉപകാരം, ഒന്ന് എഴുന്നേറ്റുന്നത് വളരെ സന്തോഷം. നമുക്ക് നന്മകൾ ഉണ്ടാവട്ടെ. ധാരാളം കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ വിതറാനും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് മുഖ്യാതിഥിയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുകന്യ, ജിനീഷ്, രശ്മി ബൈജു എന്നിവർ സംസാരിച്ചു. വാർഡ് വികസന സമിതി അംഗങ്ങളായ NV തിലകൻ, ഷാജു തുമ്പയിൽ, KK ദിവാകരൻ, CV ജോസ്, സത്യൻ നെല്ലിപ്പറമ്പിൽ, ജോജി പാലക്കൽ, KJ ടിസൺ, സുരഭി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെ ബോധവൽക്കരണ സൈക്കിൾ റാലിയുമായി ചേർപ്പ് CNN ബോയ്സ് സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ. സംസ്ഥാന സർക്കാരിന്റെ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായാണ് സൈക്കിൾ റാലി ഒരുക്കിയത്. കുട്ടികൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളോടെയായിരുന്നു ലഹരിവിരുദ്ധ സൈക്കിൾ റാലി നടന്നത്. ചേർപ്പിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി സ്കൂൾ പ്രധാനാധ്യാപിക PM രജനി ഫ്ളാഗ് ഓഫ് ചെയ്തു. തായങ്കുളങ്ങര, ഊരകം, പൂച്ചനിപ്പാടം, പെരുമ്പിളിശ്ശേരി എന്നീ സെന്ററുകളിൽ ലഹരിവിരുദ്ധ സന്ദേശത്തോടെ SPC കേഡറ്റുകൾ പര്യടനം നടത്തി. സൈക്കിൾ റാലി പിന്നീട് ഊരകം, പൂച്ചനിപ്പാടം, പെരുമ്പിളിശ്ശേരി വഴി ചേർപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. ചേർപ്പ് SI MS ഷാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കേഡറ്റുകളെ സ്വീകരിച്ച് ലഘുഭക്ഷണം നൽകി. DI ഷീജ, CPMമാരായ KR രഞ്ജിത്ത്, K ദിലീപ് കുമാർ, അധ്യാപകനായ TK ബിജിൻ എന്നിവർ നേതൃത്വം നൽകി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി
കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളിലായി ഓട്ട മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. വലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ, വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുധാ നമ്പ്യാർ, കൺവീനർ KG ജിബിൻ, ട്രഷറർ TG ദാസൻ, വൈസ് പ്രസിഡന്റ് TG രാജൻ, ജോയിന്റ് കൺവീനർ TP ഹൈൻസ്, NV അജിതൻ, സ്പോർട്സ് കൺവീനർ K ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി. സബ് ജൂനിയർ, ജൂനിയർ ബോയ്സ്, ഗേൾസ്, സീനിയർ വിഭാഗം ബോയ്സ് വിഭാഗങ്ങളിലായിരുന്നു മത്സരം. 15 കലാസമിതികളിൽ നിന്നായി 250 കായിക താരങ്ങൾ പങ്കെടുത്തു. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടന്നു. വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചേർപ്പ് SHO KN മനോജ്, സീനിയർ CPO KL സിൻഡി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മദ്യം കഴിച്ചാൽ എത്രത്തോളം സ്വഭാവം പോകുന്നോ അതിനേക്കാളും 10 ഇരട്ടിയാണ് കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും ഉപയോഗിച്ചാൽ ഇത് പോവുക. അത് നമ്മുടെ സ്വഭാവം നശിപ്പിക്കും. നമ്മൾ എവിടെയാണെന്നുള്ള ഒരു ഓർമ്മ അവർക്ക് ഉണ്ടാവില്ല. അവരാരാണെന്ന് പോലും അവർ മറന്നുപോകും. ചിലപ്പോൾ അവർക്ക് തോന്നുന്ന പല ചിന്തകളാണ്, ഞാനൊരു സൂപ്പർ ഹീറോ, അല്ലെങ്കിൽ ഞാനൊരു അനിമലാണ്, എനിക്കെന്തും ചെയ്യാം, ആര് വേണമെങ്കിലും ഉപദ്രവിക്കാം, ആര് വേണമെങ്കിലും കൊല്ലാം. ഇത്തരത്തിലുള്ള ആ ഒരു ചിന്താഗതികളാണ് മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ ഒരു ദൂഷ്യവശം. ആദ്യമേ എല്ലാവരും ചെറിയ ചെറിയ രീതിയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മൾ ഓരോ മിഠായിയൊക്കെ കിട്ടുമ്പോൾ ടേസ്റ്റ് ചെയ്യില്ലേ, അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാം എന്ന് നോക്കും. പിന്നീട് ചിലർക്ക് അത് അഡിക്ഷനായി മാറും അല്ലേ. ചിലർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ അഡിക്ഷൻ ഉള്ളവരില്ലേ, എത്ര പേരുടെ കൈവൊക്കെ ഓക്കെ. ഇപ്പൊ ഇതുപോലെ തന്നെയാണ് ഹാൻഡ് സ്റ്റോവ്, ഇതുപോലെ തന്നെയാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ പലരും, പിള്ളേർ ഉപയോഗിക്കുന്നുണ്ട്, വലിയ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം ഉപയോഗിക്കുന്ന ഇതുപോലെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ട് പിന്നെ അത് ശീലമാകും. ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് അവർ വരും. അവരുടെ ശരീരവും മനസ്സും എല്ലാം ആ ഒരു രീതിയിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പിന്നെ അതില്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. സ്കൂൾ പ്രധാനാധ്യാപകൻ AR രാജീവ് കുമാർ അധ്യക്ഷനായി. അധ്യാപകരായ കവിത, ഷീന, ചേർപ്പ് CPO ടെസ്മോ എന്നിവർ പങ്കെടുത്തു. കുട്ടികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ നൃത്താവിഷ്കാരം, ഷോർട്ട് ഫിലിം പ്രദർശനം, ലഹരിവിരുദ്ധ റാലി എന്നിവയും ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. തായങ്കുളങ്ങരയിൽ നടന്ന ചടങ്ങ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കൊപ്പം ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശത്തോടെ ഫ്ലാഷ് മോബ് അവതരണവും നടന്നു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷനായി. സിവിൽ എക്സൈസ് ഓഫീസർ CA വൈഷ്ണവ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ CM ഷംല, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മനസ്സിൽ തെളിഞ്ഞ ഇഷ്ടദേവന്റെ രൂപം തടിയിൽ മനോഹര ശില്പമാക്കാനൊരുങ്ങി കരകൗശല തൊഴിലാളി. ചൊവ്വൂർ ചെറുവത്തേരി സ്വദേശി ചെറുവത്തേരി വീട്ടിൽ സലീഷ് ശങ്കറിനാണ് ഇഷ്ടദേവനായ പരമശിവന്റെ രൂപം തടിയിൽ തീർക്കുന്നത്. മദിരാശിമരം എന്ന അമ്ലവാക മരത്തടിയാണ് വടക്കനാഥ ശില്പനിർമ്മാണത്തിന് സലീഷ് ശങ്കരൻ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷമായി വടക്കനാഥ ശില്പനിർമ്മാണത്തിൽ തുടരുകയാണ് സലീഷ്. വലിയ പീഠത്തിൽ നന്ദികേശന്റെ പുറത്തിരിക്കുന്ന വടക്കനാഥന്റെ രൂപം അതിനാൽ തന്നെ ശില്പനിർമ്മാണം കൂടുതൽ ആയാസകരവുമാണ്. പീഠവും പ്രഭാമണ്ഡലവും അടക്കം ശില്പത്തിൻ്റേത് 60% നിർമ്മാണം ഇതിനകം പൂർത്തിയായി. 9 അടിയോളം ഉയരവും 6 അടിയോളം വീതിയുമുള്ളതാണ് വടക്കനാഥ ശില്പം. പീഠവും പ്രഭാമണ്ഡലവും അടക്കം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ശില്പത്തിന് 15 അടിയോളം ഉയരമുണ്ടാകുമെന്ന് സലീഷ് ശങ്കരൻ പറഞ്ഞു. ഇത് 2021 മുതൽ ഇവർക്ക് ആരംഭിച്ചു ഞാൻ. അപ്പോൾ പിന്നെ ഒരു 2.5 വർഷത്തോളം ഇത് അങ്ങനെ ഇതുമ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈം അല്ലെങ്കിലും ബാക്കി വർക്കുകൾ ഇതിനിടയ്ക്കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ 2.5 വർഷം
അതിനുശേഷം ഇപ്പോൾ 2 വർഷം ഞാൻ പുറത്തായിരുന്നു. ഷാർജയിലായിരുന്നു, വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, മോഡൽ മേക്കിംഗ് കമ്പനിയിൽ ആർട്ട് വർക്കായിട്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2 മാസമായി. അപ്പോൾ ഈ വർക്ക് വീണ്ടും പുനരാരംഭിക്കുകയായി. എൻ്റെ മനസ്സിലെ ആശയപ്രകാരം വടക്കുന്നാഥൻ്റെ ഒരു ശില്പമായിട്ടാണ് ഞാനിത് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 9 അടിയോളം ഇപ്പോഴത്തെ ലെവലിൽ ഉയരായിട്ടുണ്ട്. ഇതിൻ്റെ പീഠം, പിന്നെ ഭഗവാന്റെ രൂപം, പിന്നെ പ്രഭാമണ്ഡലം, പിന്നിൽ പ്രഭാമണ്ഡലം ഉണ്ട്, ഒരു 6 അടി വലുപ്പം വരുന്നത്. അത് മൊത്തം ഹൈറ്റ് ഇപ്പോൾ ഒരു 6 അടിയോളം ഹൈറ്റ് ഉണ്ട്. പിന്നെ ഒരു നന്ദികാശിനും കൂടി കാളേര രൂപം കൂടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഭഗവാനെ കയറ്റിയിരിക്കുന്ന രൂപമാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. ഇത് മദ്രാശിന്ന് പേരുള്ള, ചില ഏരിയാസിൽ ഇതിന് വാഗെന്നും പറയും. മദ്രാശിന്ന് ആണ് നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ പറയുന്ന പേര്. ഈ വൈറ്റ് വുഡ് എന്ന് പറയും. ഈ മരത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ കടഭാഗം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വലിയ ജടയും പരമശിവന്റെ കഴുത്തിലണിഞ്ഞ സർപ്പവും രുദ്രാക്ഷമാല കൂടാതെ എന്നിവയെല്ലാം സൂക്ഷ്മതയോടെയാണ് തടിയിൽ കൊത്തിയെടുക്കുകയാണ്. പീഠമടക്കം ശില്പനിർമ്മാണത്തിന്റെ സലീഷിന് സഹായമാകുന്നത് പിതാവ് ശങ്കരനാണ്. ഭഗവാന്റെ സഹായത്തിൽ നന്നായി നടക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. സഹായിക്കുന്നുണ്ട്, വലിയ കൂടെ സഹായിക്കുന്നുണ്ട്. മൂത്താനാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഇതും പീഠം, പിന്നെ മുകളിൽ പ്രഭാമണ്ഡലം ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടില്ല മാത്രം. മുൻപ് തൃശ്ശൂരിൽ നടന്ന എൻ്റെ കേരളം പ്രദർശനമേളയിൽ സലീഷ് ശങ്കരൻ ലൈവ് ശില്പനിർമ്മാണത്തിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ 8 വർഷമായി ഈ രംഗത്ത് സജീവമാണ് ഇദ്ദേഹം. ഇതിനിടെ 2.5 വർഷം പ്രവാസ ജീവിതവും വടക്കുന്നാഥ ശില്പനിർമ്മാണവും പൂർത്തിയാക്കാൻ 30 ലക്ഷത്തോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പിതാവ് ശങ്കരൻ, അമ്മ തങ്ക, ഭാര്യ ദിവ്യ, മക്കളായ ദേവാനന്ദ്, കാശിനാഥ് എന്നിവർക്കൊപ്പം ചെറുവത്തേരിയിലെ വീട്ടിലാണ് സലീഷ് ശങ്കരന്റെ താമസം. ഇവിടെ തന്നെയാണ് ശില്പനിർമ്മാണവും. കുട്ടിക്കാലത്ത് ചിത്രം വരയിൽ തുടങ്ങിയതായിരുന്നു ശില്പനിർമ്മാണത്തിനോടുള്ള ഇഷ്ടം. ഗരുഡൻ, സർപ്പം, മത്സ്യൻ, മാൻ, കാള, അരയന്നം, കുതിര തുടങ്ങിയ രൂപങ്ങൾ പ്ലാവിന്റെ ഒറ്റവേരിൽ കൊത്തിയെടുത്ത ശില്പം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇതിനിടെ ടൊവിനോ തോമസ് നായകനായ ARMൽ തെർമോക്കോളിൽ 2 സിംഹരൂപങ്ങൾ സൃഷ്ടിക്കാനും സലീഷിന് അവസരം ലഭിച്ചു. ഹാൻഡിക്രാഫ്റ്റഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ആർട്ടിസൻ ആണ് സലീഷ്. മക്കളായ ദേവാനന്ദും കാശിനാഥും തങ്ങളിലെ പ്രതിഭകളെ തേച്ചുമിനുക്കുന്നതിൽ പിതാവിനെ പോലെ മിടുക്കന്മാരാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ചെയ്തത്. അപ്പോൾ അച്ഛൻ നന്നായിട്ട് ചെയ്തു. ഇനി ഇതുപോലെ മുന്നോട്ട് പോകുന്ന നന്നായിട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. ഞാൻ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. വാട്ടർ കളർ ചെയ്തിട്ടുണ്ട്, ഓയിൽ പെയിൻറ്റിങ്, അങ്ങനെ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ കുറേ മത്സരങ്ങൾക്കും പോയിട്ടുണ്ട്. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സലീഷിന്റെ മൂത്ത മകൻ ദേവാനന്ദ്. ഇളയ മകൻ കാശിനാഥ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയും. ഇരുവരും പഞ്ചാരിമേളം അഭ്യസിച്ചവർ. ശില്പനിർമ്മാണവും മ്യൂറൽ പെയിന്റിങ്ങും മറ്റുമായി കുട്ടികളും പിതാവിന്റെ പാതയിലൂടെയാണ് സഞ്ചാരം. സാമ്പത്തിക ചെലവടക്കം ശ്രമകരമാണെങ്കിലും ഇഷ്ടദേവന്റെ ശില്പത്തിന് ഈ വർഷം തന്നെ പൂർണ്ണത നൽകാനാകുമെന്ന വിശ്വാസത്തിലാണ് സലീഷ് ശങ്കരൻ. ഊരകം കിടായിക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തർ പ്രതിഷ്ഠാദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തു. രാവിലെ നട തുറന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്രതന്ത്രി തെക്കേടത്ത് പെരുമ്പടമ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കളഭാഭിഷേകവും നടന്നു. ശ്രീഭൂതബലിക്ക് ശേഷം ഗജവീരന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പിന് തുടക്കമായി. പത്മശ്രീ കുട്ടന്മാരാർ നയിച്ച പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയൊരുക്കി. തുടർന്ന് ഭക്തർക്കായി പ്രസാദൂട്ട് വിതരണം ചെയ്തു. വൈകിട്ട് നിറമാലയും ചുറ്റുവിളക്കും സമർപ്പിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം കാർത്തികമാരാർ നയിച്ച തായമ്പകയും ഭക്തജനങ്ങൾ അവതരിപ്പിച്ച കൈകുട്ടിക്കളിയും അരങ്ങേറി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും അനുമോദനവുമായി പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. വിവിധ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ്
അഭിനന്ദനം എന്ന പേരിൽ ചടങ്ങൊരുക്കിയത്. പെരിങ്ങോട്ടുകര എക്സ് സർവീസ്മെൻ ഹാളിലാണ് അഭിനന്ദനം സംഘടിപ്പിച്ചത്. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതി സ്വാമി ഭദ്രദീപം തെളിയിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തെറിയൻ അധ്യക്ഷനായി. മുൻ സാമൂഹ്യനീതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. മുൻ ഡെപ്യൂട്ടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KH സാജൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. സൊസൈറ്റി സെക്രട്ടറി രാമൻ നമ്പൂതിരി, ഡോക്ടർ സായൻ കൊടപ്പുള്ളി, രക്ഷാധികാരി MP സജീവൻ, സാഹിത്യകാരൻ അഷറഫ് അമ്പയിൽ, പോൾ പുലിക്കോട്ടിൽ, പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ഹരിദാസ് ചമ്മാപ്പള്ളി, വില്ലി പട്ടത്താനം, റിജു കണക്കത്തറ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ A+ നേടിയവർ, MBBS, CA, PhD +2 പരീക്ഷകളിൽ 1200-ൽ 1200 മാർക്ക് നേടിയ വിദ്യാർത്ഥിനി, താന്യം പഞ്ചായത്തിൽ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകൾ, LSS, USS സ്കോളർഷിപ്പുകൾ നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ചടങ്ങിൽ അനുമോദനം ഏറ്റുവാങ്ങി. മീന അരവിന്ദ് രചിച്ച ആത്മാമൃതം ഭക്തിഗാനങ്ങൾ പുറത്തിറക്കി. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ഭക്തിഗാനങ്ങളുടെ പെൻഡ്രൈവ് CD പ്രകാശനം നടന്നു. ചിന്മയ മിഷൻ പ്രസിഡന്റ് C വേണുഗോപാലൻ ആത്മാമൃതം ഭക്തിഗാനങ്ങളുടെ പെൻഡ്രൈവ് CD പ്രകാശനം നിർവഹിച്ചു. ഗ്രീൻ ബുക്ക് ഉടമ നരേന്ദ്രൻ ഏറ്റുവാങ്ങി. രാമചന്ദ്രൻ തൃശൂർ അധ്യക്ഷനായി. പ്രൊഫസർ VA വർഗീസ്, ശാലിമ E സുമതിക്കുട്ടി, മീന അരവിന്ദ്, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, സുനിത സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം 12-ൽ ഡീസൽ കയറ്റി വന്ന മിനി ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ ടാങ്കർ ലോറി ഡ്രൈവർക്ക് പരിക്ക്. തിങ്കളാഴ്ച രാവിലെ 8:30 കയ്പമംഗലം 12-ൽ ദേശീയപാതയിലാണ് ഡീസൽ കയറ്റി വന്ന മിനി ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഡീസൽ വിതരണം ചെയ്യാൻ പോവുകയായിരുന്ന മിനി ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എടമുട്ടം ഭാഗത്തു നിന്ന് വരികയായിരുന്ന മിനി ടാങ്കർ ലോറി ഇതിനിടെ കയ്പമംഗലം 12-ൽ റോഡിൽ കുഴിയിൽ ചാടിയതാണ് അപകടത്തിന് കാരണമായത്. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ടാങ്കർ ലോറി ദേശീയപാതയിൽ തല കീഴായി മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ടാങ്കറിലുണ്ടായിരുന്ന ഡീസൽ ദേശീയപാതയിലേക്ക് ഒഴുകി. വിവരമറിഞ്ഞുടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. മിനി ടാങ്കർ ലോറി പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി മറ്റൊരു വാഹനത്തിൽ അപകട സ്ഥലത്ത് നിന്ന് മാറ്റി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിലേക്ക് ഒഴുകിയ ഡീസൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വെള്ളമൊഴിച്ച് കഴുകിക്കളഞ്ഞ് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ തോമസ് ലിഹായുടെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ ഊട്ടുതിരുനാൾ ആഘോഷത്തിൽ പങ്കെടുത്തു. ഊട്ടുനേർച്ച ആശീർവാദക്രമം ഇടവക വികാരി ഫാദർ ജോജു പനക്കൽ നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ മൈക്കൽ തോട്ടുവായ്ക്കുളം, ജനറൽ കൺവീനർ ഷോയ് മാളിയക്കൽ, കൈക്കാരന്മാരായ സണ്ണി ജോസ് മാളിയക്കൽ, വർഗീസ് കൊടുക്കുള്ളിക്കാരൻ, സാൻഡ്ലി കാട്ടുമാത്ത്, വിജീഷ് അറങ്ങാശ്ശേരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഊട്ടുതിരുനാൾ ദിവ്യബലിക്ക് ഫാദർ നിർമ്മൽ അക്കരപ്പാട്ടിയേക്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ പോൾ മാളിയമ്മാവ് തിരുനാൾ സന്ദേശം നൽകി. ജൂലൈ 3-ന് ദുഃഖറാന തിരുനാൾ ആഘോഷം നടക്കും. വെള്ളിയാഴ്ച രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായി ദിവ്യബലിക്ക് ഫാദർ സെബി വോളിയൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ തോമസ് പൂപ്പാടി തിരുനാൾ സന്ദേശം നൽകും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,110 രൂപ, പവന് 1,04,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് മുത്തുളിയാലിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ചു തകർന്നു. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 15-16 വാർഡുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മഹാത്മ്യം ചടങ്ങ് സംഘടിപ്പിച്ചു.
ലഹരിക്കെതിരെ ബോധവൽക്കരണ സൈക്കിൾ റാലിയുമായി ചെയർപേഴ്സൺ ബോയ്സ് സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ. സംസ്ഥാന സർക്കാരിന്റെ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായാണ് സൈക്കിൾ റാലി ഒരുക്കിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.